മഴതോറും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീനയുടെ അച്ഛനെ തേടിയുള്ള യാത്രയിൽ അവസാനം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ബാലചന്ദ്രൻ എന്ന് വിളിച്ച് പറയുന്നുണ്ട് ശിവൻ്റെ അടുത്തും ഗംഗാധരൻ്റെ അടുത്തും. ഇത് കേട്ട ഉടനെ തന്നെ അവർ പറയുക, എന്തിനാ നിനക്ക് ഇതിൻ്റെ ആവശ്യമായിരുന്നത്? നിനക്കിപ്പോൾ ഒരു ജീവിതമുണ്ട്, മക്കളുണ്ട്, എന്നിട്ടും നീ അവിടെ പോവേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഫോണിലൂടെ ബാലചന്ദ്രൻ പറയുക, എനിക്ക് എൻ്റെ മോളുടെ എന്ന് വെച്ചാൽ അലീനയുടെ യഥാർത്ഥ അച്ഛനെ കണ്ടെത്തുകയും അതുപോലെ തന്നെ അവളെ കാമുകനെ എനിക്ക് കാണണമെന്ന് തോന്നി. അത് വൈജയന്തിയുടെ എനിക്ക് ദേഷ്യം കൊണ്ട് എനിക്കിനി അവളെ സ്വീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. എന്തായാലും അതിന് സഹോദരങ്ങൾ എന്തെങ്കിലും തീരുമാനിച്ചു വെച്ചോ. എന്തായാലും സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലെ ഫ്രണ്ടിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഉടനെ തന്നെ ഗംഗാധരൻ ഫോൺ വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ ആ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്. അവിടെയാണെങ്കിൽ എന്തോന്നില്ലാത്ത ഒരു ഏകാന്തത ആ വീട്ടിൻ്റെ മുറ്റത്ത് തോന്നുകയും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തോ എനിക്ക് അങ്ങോട്ട് കയറണമെന്നുണ്ട്, പക്ഷേ ഇവിടുത്തെ ആ ഒരു സാഹചര്യം എന്തോന്നും എനിക്കറിയില്ല, എങ്ങനെയാണ് പ്രതികരണമൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആലോചന നിന്ന് വേണ്ട, നീ ഒന്ന് പോയി ഒന്ന് കാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയും ഹോൺ ബെല്ലടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇറങ്ങി വരുന്നത് കണ്ടിട്ട് തന്നെയാണ് ബാലചന്ദ്രൻ ഞെട്ടി നിൽക്കുകയാണ്. ഇതായിരുന്നോ ഞാൻ ഇത്രയും നാൾ അന്വേഷിച്ച് നടന്നിരുന്ന ആളെന്ന് പറഞ്ഞ്. അങ്ങനെ ആരുമെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ആ സ്റ്റാൻലി. എന്നിട്ട് പറയുന്നുണ്ട്, ആരാ നിങ്ങൾ, ആരാ, എന്തിനാ എന്നെ തേടി വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോ ഞാനാണെങ്കിൽ ആരെന്നറിഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോവും. അതിന് ഞെട്ടാൻ വേണ്ടി നിങ്ങൾ ആരാ എന്നെ അന്വേഷിച്ച് വരാൻ, അതും ഇത്രയും ദൂരെ നിന്ന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പണ്ടൊരു കാമുകി ഉണ്ടായിരുന്നല്ലോ, ആ കാമുകി ആരാന്ന് നിങ്ങൾക്കറിയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാമുകിയോ? അത് വൈജയന്തി, നിങ്ങൾക്കറിയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കാര്യം പറഞ്ഞതുകൊണ്ട് അയാളെ ഞെട്ടിത്തെറിച്ച് അയാൾ നിൽക്കുന്നത് കണ്ടിട്ട് തന്നെ ബാലചന്ദ്രന് ചെറിയൊരു സന്തോഷം തോന്നുന്നുണ്ട്. എന്തായാലും അപ്പോൾ മനസ്സിലായി, ഇത് തന്നെയാണ് ഞാൻ അന്വേഷിച്ച് വന്ന ആളെന്ന് പറഞ്ഞ്. അങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വീണ്ടും ഗംഗാധരൻ്റെ ഫോണിലേക്ക് വീണ്ടും ബാലചന്ദ്രൻ വിളിക്കുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ പറഞ്ഞില്ലേ അയാൾ, ഞാൻ കണ്ടു, ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക, ഇനി ഞാൻ അങ്ങോട്ട് പിന്നെ വിളിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് ശിവനും രാജീവും ഗംഗാധരനും തമ്മിൽ ഫോൺ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അവർ പറയുക, എന്നെ വിളിച്ചിട്ട് എന്താണെന്നറിയാവോ പറഞ്ഞത്? നിങ്ങളാണെങ്കിൽ ഞെട്ടിയൊന്നും വേണ്ട, ഞാനാണെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞ് സംസാരിക്കുവാന്ന്. ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ഇനി വൈജയന്തിയുടെ ജീവിതം എന്തായിരിക്കും എന്നൊന്നും നമുക്ക് ഒരു ഇതുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഇവിടുത്തെ കാര്യം ഞാൻ ആലോചിക്കുന്നത്, അലീനയ്ക്ക് അച്ഛനെ തിരിച്ചു കിട്ടണമെങ്കിലും പക്ഷേ വൈജയന്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കും, അത് അവൾ അറിഞ്ഞ എന്തായിരിക്കും, ഒരു പിടിയുമില്ല എന്നൊക്കെ പറഞ്ഞ് വൈജയന്തിയുടെ അടുത്ത് ഇനി ഞാനൊന്നും പറയില്ല, അവളെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്നും അറിയില്ല. പണ്ടാണെങ്കിൽ ഏതെങ്കിലും തരത്തിലാണെങ്കിൽ അവളെ മാറ്റിയെടുത്ത് നമ്മൾ കല്യാണം കഴിപ്പിക്കാൻ എടുത്തത് തന്നെയാണ്, എന്തോ ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ ഇന്ന് ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വലിയൊരു പരീക്ഷണം വരുമെന്ന് നമ്മൾ വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അമ്മയുടെ അടുത്ത് ഗംഗാധരൻ പോയി പറയുക, അറിഞ്ഞു അമ്മേ, അവനാണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞു എന്ന് കണ്ടും ഒന്ന് ഫോൺ വിളിച്ചായിരുന്നു. എന്തിനാ അവൻ നമ്മളെ വിളിച്ച് പേടിപ്പിക്കുന്നത്? നമ്മൾ യഥാർത്ഥമായിട്ട് അറിഞ്ഞ് പേടിക്കാൻ വേണ്ടി തന്നെയാണ്, നമ്മളിത്തിരി ദുഃഖിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാ എന്നാ അവൻ വിളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് സ്റ്റാൻലിയുടെ അടുത്ത്, എന്തായാലും നിങ്ങളും കുടുംബക്കാരുടെയും കൂടെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവളുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നില്ലേ, അവൾ ഇന്ന് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അത് എനിക്ക് അറിയില്ല, എനിക്ക് ആരെയും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു സ്റ്റാൻലി. എന്തായാലും ഒഴിഞ്ഞു മാറേണ്ട ഒരു ആവശ്യവുമില്ല, ഇതാണെങ്കിൽ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് അറിയാനുള്ളതും അത് ഞാനെന്ന് ആരെന്ന് നിങ്ങളിപ്പോൾ അറിയേണ്ട കാര്യമില്ല എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് അതിലൊരു മകളുണ്ട്, ആ മകൾ ആരെന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ അടുത്ത്. ഇതൊന്നും വകവയ്ക്കാതെ നിൽക്കുകയാണ്. ഓരോ കാര്യത്തിലും എന്ത് പറയണമെന്നറിയാതെ സ്റ്റാൻലി നിൽക്കുന്നത് കണ്ടിട്ട് ബാലചന്ദ്രൻ പറയുക, ഇനി നിങ്ങൾ എന്നെ ആരെന്നോ എന്താണെന്നോ നിങ്ങൾ എന്നെക്കുറിച്ച് അന്വേഷിക്കേണ്ട, ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് അലീന വീട്ടിലാണെങ്കിൽ കൃഷ്ണയോടും ബബിതയുടെ അടുത്തും സംസാരിക്കുന്നുണ്ട്. പറയുക, എന്തായാലും അച്ഛൻ ഇത്രയും ദിവസമായിട്ട് ഇവിടെ വന്നില്ലല്ലോ, കാണാൻ വേണ്ടി തന്നെ തോന്നുക,
എന്തായാലും അമ്മ ഇവിടെ ഇല്ല. കുറച്ച് ദിവസം നമ്മൾ അവിടെ നിന്നപ്പോഴത്തേക്കും എങ്ങനെ സമയം പോയെന്ന് അറിയില്ല. രേവതിക്കുട്ടി എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, മാമച്ചനങ്ങളും എന്നൊക്കെ പറയുക. എന്നാൽ കുറച്ച് ദിവസം കൂടെ നിൽക്കായിരുന്നു അല്ലേ എന്ന് ബബിത ചോദിക്കുന്നുണ്ട്. കൃഷ്ണ ആ സമയത്ത് പറയുക, എന്തായാലും ഇനി നമുക്ക് പോവാമല്ലോ അങ്ങോട്ട്, അതുമാത്രമല്ല അവരിങ്ങോട്ട് വരാമെന്നല്ലേ പറഞ്ഞത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഓരോ നിമിഷവും എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് അലീന. അലീനയാണെങ്കിൽ മനസ്സിലായിട്ടുണ്ട് എന്തിനാ പോയതെന്നും അതുപോലെ തന്നെ അച്ഛനെ കണ്ടെത്തിയോ എന്നൊന്നും അറിയാതെ ആ വിഷമത്തിൽ നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇവരിവിടുന്ന് പിരിഞ്ഞു പോവുമല്ലോ, ഇനി എന്തായാലും സംഭവിക്കുക എന്നൊന്നും അറിയില്ല എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അലീന. ഓരോ കാര്യത്തിലും എപ്പോഴും വഴക്ക് പറയുന്ന കൂട്ടത്തിലായിരുന്നല്ലോ. ഇനി എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാനാണെങ്കിൽ ആരെ ഇനി വഴക്ക് പറയും എന്നൊക്കെ ആലോചിച്ച് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ ഇനി വിഷമിക്കാൻ പാടില്ല. എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഈ അനുഭവം ഇനി ആർക്കും ഉണ്ടാവാൻ പാടില്ല എന്ന് കൃഷ്ണയെടുത്ത് അലീന പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് കൃഷ്ണ പറയുക, എന്തായാലും സംഭവിച്ചു. ഇനിയാണെങ്കിൽ ഞങ്ങൾക്കൊരു ചേച്ചിയെ കിട്ടില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് സങ്കടമില്ല. അച്ഛൻ പോയ കാര്യം ഏതായിരുന്നാലും പെട്ടെന്ന് തീർത്തിട്ട് വരട്ടെ എന്നൊക്കെ പറയുകയും ചെയ്യുന്നത് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കൃഷ്ണ. അങ്ങനെ അലീനയാണെങ്കിൽ ആലോചിക്കുന്നുണ്ട്, ഇനിയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല. ഇനി എനിക്ക് മനുവേട്ടനൊന്ന് വിളിക്കാം, എൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് എനിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി തരണമെന്ന്, എത്രയും പെട്ടെന്ന് ഇവരുടെ അമ്മയെ തിരിച്ച് ഈ വീട്ടിൽ തന്നെ കൊണ്ടുവരണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് എന്ന് അലീന ചിന്തിച്ച് മനുവിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്.